വിവരങ്ങൾ നൽകാനായി ഷാർജയിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ, കൊല്ലത്തെ അതുല്യയുടെ വീട്ടിൽ നിന്ന് ലിജോ റോളൻസ് എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. ഷിനോജിലേക്കാണ്. ഷിനോജ്, കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. തെളിവുകൾ ഉൾപ്പെടെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അവിടുത്തെ കേസിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം തന്നെ സ്വമേധയാ കേസെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അമൃത, ഇപ്പോഴും ഷാർജയിൽ ഇതുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിനുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി ഈ കേസിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ഫോറൻസിക് റിപ്പോർട്ട്, അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവ പുറത്തു വരണം. അല്ലെങ്കിൽ ഷാർജയിലുള്ള അതുല്യയുടെ സഹോദരി അഖില ഈ തെളിവുകളുമായി ഷാർജ പോലീസിനെ സമീപിക്കണം. അതിൻ്റെ നടപടികൾക്കായി ഷാർജ ഇന്ത്യൻ അസോസിയേഷനെയും അതേപോലെ തന്നെ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിനെയും സമീപിച്ചിട്ടുണ്ട് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. തുടർ നടപടികൾക്കായി അവരെ സമീപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഇവിടെ ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ നടപടികളും വളരെ സാവധാനത്തിലേ നടക്കുകയുള്ളൂ. നാളെ തിങ്കളാഴ്ച മുതലായിരിക്കും കൂടുതൽ സജീവമാവുക. ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ ഇപ്പോഴും അസ്വാഭാവിക മരണത്തിനുള്ള കേസ് മാത്രമാണ് ഷാർജയിൽ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അമൃത, ഷിനോജ്, ഈ കഴിഞ്ഞ ദിവസം തൊട്ട് തന്നെ അതുല്യയുടെ കുടുംബം പറയുന്നുണ്ട് അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, ഈ ഭർത്താവ് കൊന്നതാകാനാണ് വഴിയെന്ന്. ഈ മരണം നോക്കുകയാണെങ്കിൽ തന്നെ ഈ അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് ഭർത്താവ് തന്നെയാണ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടോ? അല്ലെങ്കിൽ ആത്മഹത്യയാണ് എന്ന് തന്നെയാണോ പ്രാഥമിക നിഗമനം? ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് പ്രാഥമിക നിഗമനം ആത്മഹത്യയാണ് എന്ന് തന്നെയാണ്. അന്ന് രാത്രിയും ഇവർ തമ്മിൽ വഴക്കുണ്ടായതിനു ശേഷം ഭർത്താവ് അജ്മാനിലേക്ക് പോയി. അജ്മാനിൽ നിന്ന് പുലർച്ചെ 3 മണിയോടുകൂടി തിരിച്ചു വന്ന ഫ്ലാറ്റിലെത്തിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ അതുല്യയെ കണ്ടെത്തുന്നത് എന്നാണ് ഭർത്താവ് പോലീസിൽ വിവരം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ആ ദിവസങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇത് അതുല്യയുടെ ജന്മദിനമായിരുന്നു. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ദിവസം, അതായത് ശനിയാഴ്ച, ഇവർ പുതിയൊരു ജോലിയിൽ പ്രവേശിക്കാനായി ഇരുന്നതാണ്. ഡിഗ്രിയൊക്കെ പാസ്സായതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു ജോലി ലഭിക്കുന്നത്. ഷാർജയിലെ ഒരു മാളിൽ സെയിൽസ് പ്രൊമോട്ടറായി ജോലി ലഭിച്ച വിവരം സഹോദരിയെ അറിയിക്കുകയും അതേപോലെ തന്നെ ജന്മദിനത്തിൻ്റെ മധുരമൊക്കെ പങ്കിട്ടുകൊണ്ടാണ് അവർ വീട്ടിലേക്ക് തിരിച്ചു പോയത്. വീട്ടിലേക്ക് തിരിച്ചു പോയതിന് ശേഷമാണ് വഴക്കുണ്ടാകുന്നതും ഭർത്താവ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും. അത് പിന്നീട് തിരിച്ചു വരുമ്പോൾ ഇവരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയെന്നാണ് പോലീസിന് വിവരം നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷാർജ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുള്ളത്. നേരത്തെ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ഷാർജ പോലീസിൽ ഒരു പരാതി നൽകാനായി കുടുംബം ശ്രമിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്ന് പിന്മാറി അത് ഒരു ഒത്തുതീർപ്പിലെത്തി ആ പരാതി നൽകുന്ന നടപടി പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അമൃത, ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം മകളെ കൊന്നതാണെന്നും മകൾ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല എന്നും അതുല്യയുടെ അമ്മ പറഞ്ഞു. ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ച ശേഷവും സതീഷ് മാപ്പ് പറഞ്ഞ് മകളെ കൂടെ കൂട്ടിയെന്ന് അച്ഛനും പ്രതികരിച്ചു. സതീഷ് അതുല്യയെ മർദ്ദിച്ചിരുന്നതായും കുടുംബം ആരോപിക്കുന്നു. അവൻ നല്ലതോണം ഉപദ്രവിച്ചതിൻ്റെ പാടൊക്കെ വീഡിയോയിൽ കണ്ടതാ. അപ്പോൾ നമുക്ക് നല്ല ഉറപ്പാകും. അതുമല്ല, എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല, അഥവാ ഞാൻ ചത്താല വിചാരിച്ചോണം അയാൾ എന്നെ കൊന്നേന്ന് പറഞ്ഞാൽ സ്ഥിരം മദ്യപാനിയാണ്. ഉപദ്രവങ്ങൾ നിരന്തരം ഉണ്ടാവാറുണ്ട്. മിക്കവാറും ഇതിനു മുമ്പ് ഇങ്ങനെ വിഷയങ്ങളായിരുന്നു. ഇങ്ങനെ മർദ്ദനമൊക്കെ ഉണ്ടായി. അന്ന് കേസൊക്കെ ആയത് അവിടെ നാട്ടിൽ തന്നെ കേസൊക്കെ ആയത്. അന്ന് പിന്നെ വീണ്ടും കോടതിയിൽ നിന്ന് കൗൺസിലൊക്കെ ചെയ്താൽ വീണ്ടും തിരിച്ചു പോയി ഓരോ ഒത്തീർപ്പാക്കി രമ്യനിലാക്കി വിട്ടത്. ഒരു കുട്ടിയുണ്ട്, ഒരു മകളുണ്ട് 10 വയസ്സുള്ള. അങ്ങനെയുള്ള ഒരു സിമ്പതിയോ അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ ഒരു വാത്സല്യമോ ഒന്നും അവനില്ല. അവൻ അങ്ങനൊന്നുമില്ല. സ്ഥിരം മദ്യപാനിയാണ്. ലിജോ റോളൻസ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി കൊല്ലത്തെ അതുല്യയുടെ വീട്ടിൽ നിന്ന്. ലിജോ, 10-12 വർഷമായി ഇത് തന്നെയാണ് അവസ്ഥ എന്നാണ് ആ വീട്ടുകാർ പറയുന്നത്. അതിക്രൂരമായ പീഡനത്തിന് തന്നെയാണ് അതുല്യ ഇരയാക്കപ്പെട്ടിരിക്കുന്നതും. അതിന്റെ ദൃശ്യങ്ങളൊക്കെ, കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലൊരു ശബ്ദ സന്ദേശം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ടല്ലോ. ഇത് ആർക്കയച്ചതാണ്? ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതുല്യ പറയുന്നത്? 2014 അതുല്യയുടെ വിവാഹം നടക്കുന്നത്. അതായത് ഒരിടത്ത് വെച്ച് കണ്ടിഷ്ടപ്പെട്ട് ഈ സതീഷ് വീട്ടിലേക്ക് വന്ന് വിവാഹം ആലോചിക്കുകയായിരുന്നു. തുടർന്ന് വിവാഹം നടത്തി. എന്നാൽ അതിന് പിന്നാലെ അതുല്യയ്ക്ക് നേരിടേണ്ടി വന്നത് ഇത്തരത്തിൽ
വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഇയാളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ്, അതായത് ആ സംഭവങ്ങളും ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഈ ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത് അടുത്ത സുഹൃത്തിനാണ് അയച്ചിരിക്കുന്നത്. ആ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് എത്രത്തോളമാണ് താൻ ഏൽക്കുന്ന ഒരു കൊടിയ പീഡനം എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. നിലത്ത് കിടക്കുന്ന സമയത്ത് ചവിട്ടിക്കൂട്ടുക എന്നൊക്കെ പറയുമ്പോൾ എത്ര മൃഗീയമായിട്ടായിരുന്നു ഭർത്താവ് സതീഷ് അതുല്യയെ പെരുമാറിയിരുന്നത് എന്നുള്ളതാണ് ആ കാര്യത്തിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ആ ശബ്ദ സന്ദേശങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിലാണ് തെക്കുംഭാഗം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, ആ വീഡിയോ ദൃശ്യങ്ങൾ ബന്ധുക്കൾക്ക്, അടുത്ത ആളുകൾക്കൊക്കെയാണ് അയച്ചു കൊടുത്തത്. അതിൽ തന്നെ പറയുന്നുണ്ട് താൻ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല എന്ന സന്ദേശത്തിലൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും തനിക്ക് പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി സതീഷ് മാത്രമായിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ആ രേഖ, അതായത് കൃത്യമായ ഡിജിറ്റൽ തെളിവുകളുടെ കൂടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഭർത്താവ് നെതിരെ കൊലക്കുറ്റത്തിന് കേസ് എടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഗാർഹിക പീഡനം, ഒപ്പം തന്നെ ആക്രമിച്ച് ശരീരത്തിൽ പരിക്കേൽപ്പിക്കൽ, സ്ത്രീധന പീഡന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ശക്തമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഷാർജയിൽ അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ തുടർ നടപടികൾ, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും ഷാർജയിൽ കേസ് കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളുമൊക്കെ കുടുംബം ആലോചിക്കുക എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്.